രാജി അഭ്യൂഹം മാത്രം സ്ഥാനത്ത് തുടർന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാനോട് രാജിവെക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് പുറത്തുവന്ന വിവരം. എന്നാൽ രാജി സമർപ്പിക്കാൻ ചെയർമാൻ സനീഷ് ജോർജ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി CPIM നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ചെയർമാനോട് രാജിവെക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും രാജി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതാണോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണോ രാജിക്ക് തടസ്സമെന്ന് വ്യക്തമല്ല. ഇതിനിടെ വിജിലൻസിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കൂടുതൽ സമയം തേടി എന്നാണ് അറിയുന്നത്. നഗരസഭയിൽ നിന്ന് 15 ദിവസത്തെ അവധിയെടുത്തതായും വിവരമുണ്ട്. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം തുടരുമ്പോഴാണ് അദ്ദേഹം രാജി നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് LDF നേതൃത്വത്തിനും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സർക്കാരിന്റെ തന്നെ കീഴിലുള്ള വിജിലൻസ് അഴിമതി കേസിൽ രണ്ടാം പ്രതിയാക്കിയിട്ടും രാജിയില്ലാതെ തുടരുന്നത് മുന്നണിയുടെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. UDF സ്വതന്ത്രനായി ജയിച്ച് പിന്നീട് LDFിലെത്തി ചെയർമാൻ സ്ഥാനത്തെത്തിയ ആളാണ് സനീഷ് ജോർജ്. അക്കാരണത്താൽ തന്നെ നേരിട്ടുള്ള രാഷ്ട്രീയ വിധേയത്വം സനീഷ് ജോർജിന് CPIനോട് ഉണ്ടാകാനിടയില്ല. ചെയർമാന്റെ രാജിക്കാര്യത്തിൽ മുസ്ലിം ലീഗിലും ചില ഭിന്നതകൾ നിലനിൽക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന അനിശ്ചിതകാല റിലേ സമരം ഒഴിവാക്കപ്പെട്ടത് ഗ്രൂപ്പിസം മൂലമാണെന്നാണ് വിവരം. LDFിനെ സംബന്ധിച്ച് ചെയർമാൻ സംഭവം വലിയ നാണക്കേടായിട്ടുണ്ട്. കുമ്പംകൊല്ല് BTM LP സ്കൂളിന്റെ ഫിറ്റ്നസ് നൽകുന്നതിൽ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ 1 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുകയും വിജിലൻസ് പിടിയിൽ ആവുകയും ചെയ്തു. ഈ കേസിലാണ് ചെയർമാൻ രണ്ടാം പ്രതിയായത്. UDFിൽ നിന്ന് കാലുമാറി LDFിലെത്തിയ വൈസ് ചെയർപേഴ്സൺ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ചെയർമാനും കുരുക്കലായതാണ് വലിയ തിരിച്ചടിയാകുന്നത്. കൂറുമാറി വന്ന ചെയർമാനും വൈസ് ചെയർമാനുമായ രണ്ടുപേരും സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.